വെയിറ്റിംഗ് ഫോർ വെജ് മാഗി. ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് വിശപ്പ് സഹിക്കാൻ വന്നത് ജസ്റ്റ് കുലുക്കി കുടിച്ചു. ഇവിടുത്തെ വെള്ളമൊക്കെ കൊള്ളാമെന്നുള്ള ആശങ്കയിൽ ഞങ്ങൾ അവസാനം ഗതി കെട്ടാണ് കുലുക്കി കഴിച്ചത്. പക്ഷേ അത് കുടിച്ചിട്ട് 2 സ്റ്റെപ്പ് നടന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കട കണ്ടു. മേപ്പിൾസ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഞാൻ മര്യാദയ്ക്ക് ബസ് ഇറങ്ങിയപ്പോഴേ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനം എടുത്ത് ഫുഡ് കഴിക്കാൻ. എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പ് തപ്പി നടന്നു. അതാണ് എടുക്കുന്ന ഡിസിഷനിൽ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സാധനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വിശന്നു. മുന്നിൽ പോയി ഇരുന്നാലും സദാചാരങ്ങൾ ഞാനും ഒപ്പം കൂടെ അങ്ങനെ പോയി ഇരുന്നിട്ടുണ്ട്. ഒരു ഏസിക്കകത്ത് ഒരു കപ്പിൾസിന്റെ നടുക്കിലോട്ട് ഞങ്ങൾക്ക് കൂടെ നാണം വന്നു പോയി. എവിടെ മറ്റേ മലബാറിൽ ഇവിടെ അതല്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങളും അവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ജസ്റ്റ് വന്നിരുന്നുണ്ടായിരുന്നുള്ളൂ. അവർക്കൊന്ന് സംസാരിക്കാനുള്ള സമയത്തിന് വേണ്ടി ഞങ്ങൾ വന്നിരുന്നു. പാവങ്ങള്. അതും സത്യം പറഞ്ഞിട്ട് നീ ബാക്കിലിരിക്കുന്ന കപ്പിൾസിന് വേണ്ടി എടുക്കുന്നതല്ല, നിങ്ങളെ തന്നെ എടുക്കുന്നേ. കണ്ണട മാറ്റിയ കണ്ണ് കുഴിഞ്ഞ് കാണാം. നിന്റെ ഒന്ന് കാണിച്ചു തരാം. അതിട്ടോ മുടി കൊണ്ടാവില്ലടാ. കണ്ണട അങ്ങ് വെച്ചാലുണ്ടല്ലോ സാറേ, പിന്നെ ചുറ്റുള്ളതെല്ലാം മഞ്ഞയാണ് തോന്നും. മറ്റേ ടൈപ്പ് What do you mean? അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ എന്നെ കണ്ട ഏത് ടൈപ്പാണ്? ചുരിദാറാന്ന് തോന്നത്തെ. അതെ അതെ പറ. ഇവരെ കണ്ട മറ്റേ ടൈപ്പ്. ഇവരെ കണ്ട ചുരിദാറാന്ന് തോന്നത്തില്ല. ചുരിദാർ പോലെ. പിന്നെ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ ഇരുത്തി അപമാനിക്കുന്നോ? തച്ചു, നിന്റെ സദാചാരക്കണ്ണ് നീ മാറ്റി വെക്കണം കേട്ടോ. ഇവരിതൊക്കെ വീഡിയോ ഇടുപോകുന്നു. ഉറപ്പായി വിടും, അതിൽ സംശയം വേണ്ടല്ലോ. ചേട്ടന് മലയാളം അറിയുന്നത്. പിന്നെ നമ്മൾ മലയാളത്തിലല്ലേ ഓർഡർ പറഞ്ഞ. ബ്രെഡ് മിലേഗ കേൾക്കണോ? കിട്ടന ബ്രെഡ് മിലേഗ. അവിടെ പരിചയത്തിലുണ്ടെന്നുള്ളൊരിതല്ല. ഇവള് കുറെ നേരം ഏട്ടായി എന്ന് വിളിച്ചിട്ട് പുള്ളി അറിയാം പണ്ടാരം ഫുഡ് എടുത്ത് ഒഴിവാക്കിട്ടത്. നൂഡിൽസ് കളിക്കുന്ന വീഡിയോ എടുക്കുന്നു. 3 പാക്കറ്റ് ഉണ്ട്. മുട്ടയാണ് ഇത് മുട്ടയുടെ ടേസ്റ്റ് കണ്ടു. ബിക്കോസ് നമ്മൾ 3 ഓർഡർ ചെയ്തിട്ടുണ്ടടാ. തച്ചു ഒറ്റയ്ക്ക് കുറച്ച് കണ്ടന്റ് തരുന്നത്. കുറച്ചില്ല, ഒരു കൊട്ട. ഇന്നത്തെ കണ്ടന്റ് മേക്കർ ഞാനാണെന്ന്. ഇത് എൻ്റെ വീഡിയോയാണ്. എനിക്കുള്ള വ്യൂ ഞാൻ മേടിക്കും. അതെ. ഓക്കെ, എത്ര ബ്രെഡ് കിട്ടും എന്നൊക്കെ ഓർത്ത് കൺഫ്യൂഷൻ ആയിട്ടിരുന്നു. ഇവിടെ എഗ്ഗൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ എഗ് മാഗി ചെയ്യുമ്പോൾ ഞാൻ എഗ്ഗ് ആദ്യം വറുത്തിട്ടായിടുന്നത്. അതുകൊണ്ടാണ് അവക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. തച്ചു ഞങ്ങളൊക്കെ തിന്നുവാണേ. നീ എത്ര ബ്രെഡ് കിട്ടുമെന്ന് ചോദിച്ചത് കൊണ്ടാണ് തരാത്ത. ഇവിടെ സാധാരണ നൂഡിൽസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. നൂഡിൽസ് എന്ന് പറയണമായിരുന്നു. അല്ല, നമ്മൾ മാഗിന്ന് ഇതിൽ എഴുതിയിട്ടുള്ളതുകൊണ്ടല്ലേ പറഞ്ഞു. ഞങ്ങൾ തിന്നോട്ടേടാ. തിന്നടാ. നൂഡിൽസ് ഉണ്ട്. മാഗി നല്ല ഹോട്ടലിൽ നിന്ന് ബസ് കയറി ഇവിടെ നിന്ന് നൂഡിൽസ് ഒക്കെ 2 ബ്രെഡുള്ള ആകെ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ടിരുന്നത് നോക്കട്ടെ എങ്കിൽ ഞാൻ കുടിച്ചോളാം. എടി അതല്ല, സാധാരണ ആണെങ്കിൽ നമ്മൾ ബ്രെഡിനകത്ത് ഓംലെറ്റ് അല്ലേ. ഇത് ഓംലെറ്റിൽ ബ്രെഡ് പൊതിഞ്ഞാ തന്നേക്കുന്നത് അല്ലേ? പറ എങ്ങനെയുണ്ട്? പൊള്ളി ഗ്യാസ്. കട്ടൻ ചായ കുടിക്കണം. സാധാരണ എനിക്ക് ഏലക്ക ഇട്ട് ചായ ഇഷ്ടപ്പെടുന്നല്ലോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്നെ മാത്രം നീ ഏട്ടായി ചായ എന്ന് പറയാൻ പറ്റും. ഏട്ടായി ബ്രെഡ് എന്ന് പറയുമ്പോൾ നീ ഏട്ടായി ചായ കൊണ്ടുതരും. അടിപൊളി.
ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രഞ്ച് കഴിഞ്ഞപ്പോൾ ആകെ തീരുമാനമായിട്ടുള്ളൊരു കാര്യം, അവിടുത്തെ ചെമ്പമുടിയുള്ള ചേട്ടനെ ടച്ചു അങ്ങ് അല്ലെ ടച്ചു ഇഷ്ടമായി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇത് അതെ, ഈ വീഡിയോ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ മനസ്സിലാക്കണം. അല്ലേ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇതൊന്ന് ഹിന്ദിയിലാക്കി തരണം. അല്ല, ഹിന്ദിയിലാക്കി തരണം. ഞങ്ങൾക്ക് ഹിന്ദി ചെന്ന് പറയാനാ, കാരണം മലയാളത്തിൽ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പുള്ളിക്ക് മനസ്സിലാവാൻ. കാരണം ചായ കാട്ടുന്നതും അല്ലല്ലോ, കല്യാണം എന്താ കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചാൽ മതി എന്നാണല്ലോ പറയേണ്ടത്. ഇവിടെ കിട്ടിയേ